പോയി കേട്ടാ. സ്ട്രൈക്ക് സ്ട്രൈക്ക്. സാധിച്ചിരി. ഓ എന്ത് പണി ചെയ്ത്. എൻ്റെ മുന്നേ അടിച്ച് അടിച്ച് അടിച്ച്. ഫിഷിങ് എല്ലാം കഴിഞ്ഞിട്ട് പോകണം. ഞാൻ രണ്ട് ചേട്ടച്ചാരും ഉണ്ട്, രണ്ടുപേരുണ്ട്. ചേട്ടച്ചാർ ഫ്രണ്ടിൽ പോകുന്നത്. ചേട്ടച്ചാർക്ക് ഒരു 2 കിലോ ഹെവി സൈസ് ഒരു വരാൽ കിട്ടി. നമുക്കെല്ലാം കൂടെ ഒരു 6 കിലോ വരാലുണ്ട്. അപ്പോൾ ഇത് പിടിക്കുന്ന വീഡിയോസ് നിങ്ങൾ പോയി എന്തായാലും കണ്ടോ. ഞങ്ങളെന്തായാലും ഇതൊന്ന് ക്രോസ് ചെയ്തിട്ട് വേറൊരു സ്ഥലത്തിൽ പോയി ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, ഇന്ന് മീൻപിടുത്തം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇൻട്രോ എടുക്കുന്നത്. എന്തായാലും പോയി കണ്ടോ. അപ്പം തന്നെ ഞങ്ങൾ വരമ്പൊക്കെ ചാടി വേറെ സൈറ്റിൽ പോകും. ഓക്കെ, എന്തായാലും നിറഞ്ഞു നോക്കാം. പോയി കേട്ടാ. സ്ട്രൈക്ക് സ്ട്രൈക്ക്. എത്ര സ്ട്രൈക്കാടാ. എറിഞ്ഞപ്പോഴേ മീനടി കേട്ടാ. നമുക്കൊരു ഫസ്റ്റ് സ്ട്രൈക്ക് കിട്ടിയായിരുന്നു. നമ്മൾ വീണ്ടും കാസ്റ്റ് ചെയ്യണം. പക്ഷെ മീനടിച്ച് അവിടെ കയറ്റുന്ന ആ രീതിയിൽ പണിയാണ് സ്ട്രൈക്ക്. മീനടിച്ചാലേ കയറ്റുന്ന കാര്യം നല്ല മുട്ടൻ പണിയാണ്. അങ്ങനൊരു പ്രശ്നമുണ്ട് നിലവിൽ. അപ്പുറത്താണ് പിന്നെയും കുഴപ്പമില്ല. അപ്പുറത്ത് വരുമ്പോൾ പോകാൻ പറ്റത്തില്ല. അടിച്ച് ഒരു മീൻ അടിച്ചിട്ടുണ്ട്. കയറിയെന്ന് പറയാം. അത് കയറി ചാൻസ് വളരെ കുറവാണെന്നാണ് എൻ്റെ തോന്നല്. കയറി വന്ന് ഒരെണ്ണത്തെ നമ്മൾ പൊക്കിയേട്ടെ. പൊളിച്ച് ഒരു വരാൻ നമ്മൾ തൂക്കി. വിയറ്റ്നാം വരാൻ അത്ര വലിയ സൈസൊന്നുമില്ല. കിട്ടിയില്ല. അത് തിരിഞ്ഞു കാണും. ഉണ്ടാത്തവനാണ് കിട്ടിയില്ല. മിസ്സായി. ഹുക്ക് തിരിഞ്ഞില്ല. അതിച്ചിരി സൈസാണല്ലോ. അതിച്ചിരി സൈസും വരല. അത് പണിയായി. അതിച്ചിരി സൈസ് വരല കേട്ടോ. ഇവിടെ കയറ്റുന്ന കാര്യമാണ് വിഷയം. ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ പണി കിട്ടും. പണി കിട്ടി. ഇപ്പോഴാണ് പണി കിട്ടിയത്. അത് ടാസ്കായി. നമ്മളുണ്ട് അവിടെ നിന്ന് നമ്മളവിടെ നേരെ എൻ്റെ ഇവിടെ വന്ന് കേട്ടോ. കാരണം മീൻ ഇവിടെ വന്ന് വലിച്ചേരി പൊട്ടിപ്പോയി. ഞാൻ പിന്നെ ലാസ്റ്റ് ആ തോട് ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വന്ന് വേറെ നിവൃത്തിയില്ലായിരുന്നു. അങ്ങനെ 2 വരാൽ കയറിയിട്ടുണ്ട്. ഒരെണ്ണം അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ് വരാല കേട്ടോ. നമ്മൾ ഇവിടെ ആയതുകൊണ്ട് ഇനിയിപ്പം പേടിക്കണ്ട. നമുക്ക് കുറച്ചുകൂടെ ധൈര്യമായിട്ടൊന്ന് മീൻ പേടിക്കാം. പൊട്ടിപ്പോകാനൊന്നും പേടിക്കണ്ട. സ്ട്രൈക്ക്.
ഇട്ട വഴിക്കാൻ അടി കിട്ടിയാണ്ട. എറിഞ്ഞ ചപ്പ ഇത് പാലിൻ്റെ മണ്ടയ്ക്ക് കയറ്റണം. അതാകുമ്പം വലിച്ചോണ്ട് വരുമ്പോൾ അടി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് സ്ട്രൈക്ക് കിട്ടിയായിരുന്നു. അടിച്ചില്ല, മൈൻഡ് ചെയ്തില്ല. നമുക്ക് അവിടെ തന്നെ കാസ്റ്റ് ചെയ്ത് നോക്കാം. അടിക്കും കേട്ടോ, അടിക്കാതിരിക്കത്തില്ല. ഫ്രോഗ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. V6 എടുത്തിട്ട് കേട്ടോ. അത് നോക്കട്ടെ എങ്ങനെ ഉണ്ടോ. പക്ഷേ സൗണ്ടൊക്കെ ഉണ്ട് അതിന്. വലിയ ലോങ് ഒന്നും പോകത്തില്ല. എങ്ങനെയുണ്ട് നോക്കാമല്ലോ. മതി, ഇത്രയൊക്കെ ലോങ്ങൊക്കെ പോയാൽ മതി. എത്ര അടിയാണോ അടിച്ച് ഈ ചപ്പ് കണ്ട് ഉടക്കി. അവിടെ മൂന്നാമത്തെ വരാല് V6 അല്ലേ. ഇതെല്ലാം വിയറ്റ്നാം കേട്ടോ. അല്ല, മൂന്നാമത്തെ വരാല് അടിച്ച് തുളച്ച് ഇപ്പുറത്തിറങ്ങി. അതുകൊണ്ടാണ് കിട്ടിയ കേട്ടോ. കൊള്ളാം. സമയമില്ല, എടുത്തിടുക, കാസ്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. മാക്സിമം മീൻ പിടിക്കുക. കാരണം നമ്മളത്ര റിസ്ക് എടുത്ത് കയറി വന്ന സ്ഥലം കേട്ടോ ഇത്. മൂന്നാമത്തെ വരാല് ഇവിടുന്ന് എത്ര മീനെ കിട്ടുന്നോ അത്ര മീനെ പിടിക്കുക എന്നുള്ളതേ ഉള്ളൂ. കാരണം നമ്മൾ അത്രയും റിസ്ക് എടുത്ത് നമ്മൾ കയറി വന്ന സ്ഥലമാണ്. ഇനിയിപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളിങ്ങോട്ട് കയറി വരണമെന്നില്ല. നമ്മൾ മാക്സിമം പിടിച്ചോണ്ട് പോവുക, അത്രയേ ഉള്ളൂ. തൊട്ടിയോ അടിച്ച് ചിമുട്ടനടി കിട്ടിയില്ല ഗൈസ്. തീരടി കേട്ടോ. പക്ഷെ എൻ്റെ നമ്മൾ സ്പീഡ് കുറച്ചാണല്ലോ വലിച്ച്. അവനെടുത്തില്ല കേട്ടോ ഗൈസ്. ചിമിട്ടം വരാലായിരുന്നു. ഒന്നുകൂടെ കാസ്റ്റ് ചെയ്താൽ സെയിം സ്പോട്ടിൽ ഉളപ്പനടി. അടിച്ച് തെറിപ്പിച്ചു കേട്ടോ. ഒന്നുകൂടെ ട്രൈ ചെയ്യാം. എൻ്റെ പൊന്നേ, അതെന്തുവാത് വരാലല്ല ഉടക്കായിരുന്നു. മതിയായിരുന്നു. പുല്ലുടക്കി. ഉടക്കല്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഉടക്കിയത്. ഒന്നെങ്കിൽ ഇറങ്ങിപ്പോഴുകണം, അല്ലെങ്കിൽ മീൻ പടയ്ക്കുമായിരിക്കും. പുല്ല്, ഇതാണ് ഇവിടെ ടാസ്ക്. ചപ്പിനകത്ത് കയറി ഒട്ടക്കും കഴിച്ചു. ഇതാണ് പണ്ടാണ കൂട്ടും കാടായത്. റിസ്കി പരിപാടിയുണ്ട്, റിസ്കി പരിപാടി. നമ്മുടെ ലൈനാണ് ഇച്ചിരി മോശമാണ്. പിടിച്ച് മുമ്പലത്തെ മീൻ ഇത് തന്നെയാണ്. സമയം കളയാണല്ലോ. ഇനി മീൻ അനങ്ങി എങ്കിലേ അവിടെ നിന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇതെന്താ അറിയുമോ, നമ്മൾ ഈ ലൈറ്റ് വെയിറ്റ് റോഡ് എടുത്തുകൊണ്ട് വന്നാണ് പണിയായത്. നമ്മൾ ആ പവർ റോഡ് വല്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഇത് ഫ്ലെക്സിബിളായിട്ട് കൊടുക്കുന്നതുകൊണ്ട് മീൻ കയറി വരാൻ ഇച്ചിരി ലേറ്റ് ആവും. മറ്റേ പവർ റോഡ് വല്ലതായിരുന്നെങ്കിൽ പറപ്പിക്കായിരുന്നു. നമുക്ക് ചപ്പിനോണ്ടൊക്കെ വലിച്ച് പറിച്ചെടുക്കായിരുന്നു, സീനില്ലായിരുന്നു. അതാണ് വിഷയം. ഇതിപ്പോൾ ടാസ്ക്കായല്ല. അതും പൊട്ടി കേട്ടോ. ഇവിടുത്തേക്ക് അവസ്ഥ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇവിടൊക്കെ കല്ലും മണ്ണും ജല്ലും ഒക്കെ ഉണ്ട്. ഇവിടുന്ന് വലിയ വെള്ളമില്ല കേട്ടോ.
ഇവിടെ വലിയ വെള്ളമില്ല. വീക്ക് 6 വരാൽ അടിച്ച് വിഴിഞ്ഞായിരുന്നു പക്ഷെ കേട്ടോ. ഇറങ്ങിയെടുക്കുക, അല്ലെങ്കിൽ ഇവിടെ വെള്ളമില്ലായിരുന്നു കേട്ടോ. ഞാറത്ത് നല്ല വെള്ളമായിരിക്കും കാണിക്കുക. നല്ല ചിമുട്ട വരാൽ, വിയറ്റ്നാം വരാലാണ്. അതാണ്ട് ഫ്രോ ഇരിക്കുന്നുണ്ട്. അടിച്ച് അണ്ണാക്കി കയറി കേട്ടോ. ലൈൻ മോശമാണ്. ലൈൻ മോശം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്ര പിടിക്കുന്നത്. നമ്മൾ 4ാമത്തെ വരാൽ നാക്കേ കൂടെ കയറി, ചുമ്മാ അല്ല ഒരു വിട്ടു പോകാൻ. അപ്പോൾ നമ്മൾ റൈഡൊക്കെ കെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് കാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു വരാൽ ഏറെടുത്തിട്ട് അങ്ങോട്ട് പോയി അടിക്കുമല്ലോ നോക്കാം. അതടിച്ച് ഗൈസ്, ഏറെടുത്തിട്ട് അയ്യോ അത് വിട്ടുപോയി. അത് ഏറെടുത്തിട്ട് അങ്ങോട്ട് പോയതേ ഉള്ളൂ. വേണമെങ്കിൽ പോയി എടുക്കാം കേട്ടോ. ഇല്ല, അവിടെ കിടപ്പുണ്ട്. ട്രൈ നോക്കണം. നമുക്കൊരു മീൻ മിസ്സായി. ഒന്നിക്ക് വെള്ളത്തിൽ പോയി കാണും കേട്ടോ. അവളിപ്പോൾ എറിഞ്ഞ് വലിച്ചെടുത്തൊരു മീൻ വന്നിട്ട് പോയിട്ടോ. എറിഞ്ഞ് വലിച്ചില്ലേ, അതായത് ഈ തുമ്പിന് സ്ട്രൈക്ക് കിട്ടിയില്ല. നല്ല ഒരെണ്ണമായത്. വലിയ കുഴപ്പമില്ല. അടിയോടടി കേട്ടോ മീൻ അടിയോടടി, ഒരു രക്ഷയില്ലാത്തടി. ഞാൻ പയ്യെ വലിക്കുന്നത്, ഇതിക്കുള്ള അങ്ങനെ പയ്യെ വലിക്കുന്നത് എനിക്കറിയത്തില്ല. ആ ചപ്പനകത്ത് കിടന്നത് വെള്ളത്തിൽ പോയി, അല്ലാതെ ഞാൻ ഇറങ്ങി എടുത്തിന്. അത് എൻഡിനാണ് വീണേ. അടിച്ച് ഗൈസ്, അടിച്ച്. ഇതാണ് വിഷയം. അതിനകത്ത് 5ാമത്തെ മീനെ കണ്ട അതവിടെ ലോക്കായി കണ്ട. ഇറങ്ങി ഇന്ന് കാസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. അത് നല്ല ലോക്കത്. സംഭവം കറി കയറ്റി 2 ഹുക്കും കയറിയായിരുന്നു കേട്ടോ. ചെറിയ കൂടെ അതാ ഈ ഇടയ്ക്ക് സ്റ്റക്കാന്ന് എങ്ങനെ അറിയും. ഇമ്മറ വാ തുറന്ന് വരും കുടഞ്ഞു. അന്നേരം ഈ പുല്ല് കയറി അവിടെ കയറി ഉടക്കും. അങ്ങനെയാണ് മീൻ സ്റ്റക്കാകുന്നത്. 5ാമത്തെ മീനാണ് കേട്ടോ. 5ാമത്തെ വരാലാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ന്യായമായ രീതിയിലുള്ള സൈസുള്ള വരാൽ 2 ഉണ്ട് 1 kg. ബാക്കിയെല്ലാം കുഴപ്പമില്ലാത്ത സൈസ് വരാല കേട്ടോ. 5ാമത്തെ വരാലും കയറി. പറപ്പം വീടിയ കേട്ടോ, പറപ്പം വീടിയ. 5ാമത്തെ വരാലും കയറി. വേറെ എന്തെങ്കിലും അടിക്കാൻ നോക്കാം. മീൻ കിട്ടപ്പുണ്ട്. ഇവിടെ മാത്രമേ ഉള്ളൂ ഇച്ചിരി തെളിവ്. ഈ ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ തെളിവ്. ബാക്കി അങ്ങോട്ട് ഭയങ്കര ഡാർക്കായിട്ട് കിടക്കും. പക്ഷെ അവിടെ നിന്ന് മീൻ അടിക്കും, അത് വേറൊരു കാര്യം. പക്ഷേ ഇതാണ് നമുക്ക് ഹെവി ഒരു നടമറൽ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 1.5 കിലോ മണ്ടയ്ക്കുള്ള സാധനം കേട്ടോ. ഹ്യൂജ് ഐറ്റം. സ്റ്റിക്കറൊന്നും പൊക്കാൻ പറ്റത്തില്ല. സ്റ്റിക്കൊക്കെ വളഞ്ഞിരിക്കുന്നത്. ഞാനാണ് ഫോണിൽ ചാർജില്ല. ഫോണിൽ ചാർജ് തീർന്നിരിക്കുമായിരുന്നു. ഒരു 32% ഉള്ളായിരുന്നു. ഞാൻ കുത്തി ഇട്ടേക്കുമായിരുന്നു കേട്ടോ. പവർ ബാങ്കിൽ കുത്തി ഇട്ടേക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ ചുമ്മാ കാസ്റ്റ് ചെയ്യുമായിരുന്നു. കാരണം ഇതുണ്ട്, നമ്മൾ കയറി വന്ന വഴികളാണ്. ഇതുണ്ട് ഫുള്ള്. ഇവിടെ ആരും വരത്തില്ല. ഇവിടെ പന്നിയൊക്കെ വന്ന വഴി പാടൊക്കെ ഉണ്ട്.
ഞാൻ ഇതിലെ കൂടി കയറി വന്ന് എന്നിട്ട് ഇവിടെ നിന്ന് കാസി എന്തായാലും കയറിയല്ലേ മീൻ അങ്ങോട്ട് പോട്ടെ. എന്തായാലും കയറിയതില്ല അപ്പോൾ പിന്നെ കാസ്റ്റ് ചെയ്ത് മീനെ എല്ലാം പിടിച്ചിട്ട് ഉള്ളതിനെ എല്ലാം പിടിക്കാമെന്ന് വിചാരിച്ചു. ഫോണപ്പോഴത്തേന് ചാർജ് ആട്ടെന്ന് വെച്ച് മീനെ നമ്മൾ ലോക്കാലിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ കൊല്ലി ഈ സൈഡിൽ കിടപ്പുണ്ട്. ചേട്ടച്ചാർ വരുന്നുണ്ട് കേട്ടോ. പുള്ളിയും കൂടെ വന്ന് കാസ്റ്റിയുള്ള സെറ്റപ്പിലാണ്. ചേട്ടച്ചാർ ഇറങ്ങിയിട്ട് ഒത്തിരി നാളായി. അപ്പോൾ ചേട്ടൻ വരുന്നുണ്ട്. നമുക്കിപ്പം ഏകദേശം ഒരു 8 വരാൽ മണ്ടയ്ക്കായിട്ടുണ്ട് കേട്ടോ. ക്യാമറ കട്ട് ചെയ്ത് കഴിഞ്ഞ് 2 വരാലെ കൂടെ ഞാൻ പിടിച്ചായിരുന്നു. ഇതിനോട് കൂട്ടി 2ാമത്തെ വരാല കേട്ടോ. ക്യാമറ കട്ട് ചെയ്ത് ഇട്ട് എന്തായാലും ബാക്കിയുള്ളതിനെ കൂടെ പിടിച്ച് കാണിച്ചു തരാം. കണ്ടോ 7-8 വരാൽ മണ്ടയ്ക്കുണ്ട് നടക്കുന്നു. പൈസ വരാൽ ഇവന്മാരെ എടുത്തിട്ടിട്ട് വേറെ ബാക്കി കാസ് ചെയ്യാം. ഞാൻ ലിസാഡാ ഇട്ടേക്കുന്നത്. വിട്ട് സ്ട്രൈക്കായിരുന്നു. ആ പാലിനകത്തുനിന്ന് ഒരു മീൻ അടിച്ചാൽ മുതല മാൻ. ശ്രദ്ധിച്ചില്ലല്ലോ ഞാൻ. അണ്ണൻ്റെ ഫ്രോഗ് നോക്കി പാലിനകത്തുനിന്ന് മീൻ അടിക്കുന്ന കാര്യം പറഞ്ഞു. കാര്യം നമുക്കൊരു മീൻ അടിച്ച് മിസ്സായി കേട്ടോ. ലിസാർഡ് എല്ലാം വരാനല്ലേ. ചെറുതാ കണ്ട. ഇതാ ഇവിടുത്തെ കുഴപ്പം. കയറിടാ കയറി വിഴിഞ്ഞ് കണ്ണുപോയി, കണ്ണടിച്ചു പോയി. എത്രാമത്തെ മീനാന്ന് അറിയത്തില്ല. ചാകര എണ്ണമില്ലാത്ത രീതിയിലുള്ള മീൻ പിടുത്ത കേസ്. ഒന്നിനും വിടത്തില്ല, മൊത്തം പിടിക്കുക. അതുപോലെ നമ്മൾ റിസ്ക് എടുത്ത് വന്ന ഏരിയ ഉണ്ട്. ഒറ്റ മാത്രം വിടുന്ന പരിപാടിയില്ല. കണ്ടോ അവിടെ അടിച്ച്. അയ്യ പോയി പുല്ല്. അവിടെ ഒരു മീൻ അങ്ങനെ വിട്ടുപോയിരിക്കുകയാണ്. ഏതാത്? എനിക്കിപ്പോ ചറവറ ആടി. മിസ്സായി. നല്ലൊരു വരാലായിരുന്നു. അത് ഈ മണ്ട് പ്ലാസ്റ്റിക് കയറി മിസ്സായി. വലിയ ഷിറ്റ് കിടുക്കാച്ചിരി വരാൽ പോയി. അടിച്ച് ഞാൻ ഒരെണ്ണത്തേക്ക് നമ്മളിവിടുന്ന് പൊക്കിയിരിക്കുന്നു. പൊളിച്ച് ഇവിടെ വരെ വന്നത് വെറുതെ ഇല്ല. ജസ്റ്റ് ഹുക്കേ ഉള്ളൂ കേട്ടോ. പൈസണ്ടേ ഒരെണ്ണത്തെ ആ സൈഡിൽ നിന്ന് പൊക്കി കേട്ടോ. ഞാൻ താഴെ നടന്നു പോകണം. കൊണ്ടിട്ട് ചേട്ടച്ചേരുടെ നിറഞ്ഞ കാസിങ്. വെള്ള സാധനം കിടക്കുന്നുണ്ടോ അവിടെ ഒരു അടി വലിയ അടിയാട്ടോ. അത് അതിനകത്ത് മീൻ നിൽപ്പുണ്ട്. ഇതിനകത്ത് പായലിനകത്ത് സൈസാണ്.
എണ്ണങ്ങളില്ലാത്ത മീൻപിടുത്തമാണ്. ഇത്രയും തോന്നുന്നു മതി. പയ്യാതി അങ്ങനെ കേട്ടെ ചേട്ടച്ചേർക്ക് മീൻ അടിക്കട്ടെ. ചേട്ടച്ചേർക്ക് മീൻ അടിച്ചേ. ഇതിലൊന്ന് ഓടുന്ന കാര്യം അയ്യത്തെ എവിടാ എവിടെ അങ്ങാണോ അവിടെ ഇല്ലേ ഇവിടെ അങ്ങോട്ട് കേടച്ചാർക്ക് മീൻ അടിച്ചിട്ടുണ്ട്. നമ്മൾ ചണ്ടിയുടെ മണ്ടക്കൂടെ പോവാം. ഇതാണ് ലൈറ്റ്. നീ ഇല്ലാണ്. ഓ എന്തോ മൺ ചെയ്ത് വരാല് എന്നെ വന്നെ ഇത് വരാല് എന്റെ പൊന്നെ കഴിച്ചുണ്ടോ വീട്ടിലവരല്ല എൻ്റെ പൊന്നെ 1.5 കിലോ മേളിലുണ്ട്. ഒറ്റ കുക്കേ ഉള്ളു. അയ്യോ കഴിച്ചോണ്ടേ ഇസാടയില്ലേ ഒരു 1.5 കിലോ മണ്ടൊക്കെ ഉണ്ട്. 2 കിലോ എന്തായാലും കാണുന്നു. അതുപോലത്തെ വരല്ലോ ഇതുണ്ട്. കാല് വെച്ചിട്ട് ഇത്രയേ ഉള്ളു. അയ്യോ സൈസ് വരല്ലോ കേട്ടോ. വിയറ്റ്നാമ പൊളി ആർന്ന് ചേറാനായിരിക്കുന്നു കേട്ടോ. ഇപ്പറേട് ഓട്ടർ അടിയാ എടുത്തോട്ട് ഒറ്റ പോക്കാ കുക്കെടുത്ത് കൊല്ലിക്കാതെ പൊളി ചേട്ടച്ചാര് വന്ന് ഫാസ്റ്റ് കിഴക്കാച്ച് സാധനത്തെ തൂക്കിയിട്ട് അതിനകത്ത് അവിടെ നിന്ന് ഓടി വരും. അടിപൊളി. അവിടെ സൈറ്റ് ഉണ്ട്. കൊള്ളാം പൊളിച്ച്. ഒരടി മിസ്സായി ഗൈസ്. എറമ്പിക്ക് മീനിപ്പുണ്ടായിരുന്നു. കുറച്ച് ഇറക്കി കാസ്റ്റ് ചെയ്ത് നോക്കാം. സൈഡിൽ കൂടെ കാസ്റ്റ് ചെയ്ത് നോക്കാം. അതാകുമ്പോൾ ചിലപ്പോൾ അടിക്കും. കിട്ടി നമ്മുടെ നെക്സ്റ്റ് മീൻ അടിച്ച് വിഴിഞ്ഞു ഫ്രൂ കേട്ടോ. കൊല്ലി കൊണ്ടുവരാ കണ്ടേ. മീനെല്ലാം കൂടെ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. എത്രാത്ത മീനാന്ന് പോലും അറിയത്തില്ല. അടിച്ചങ്ങനെ ലിസാഡൊക്കെ അടിച്ച് വിഴിഞ്ഞ്. തുറക്ക് ഞാൻ ചെറുക്കി പിടിച്ചേക്ക്. ഓക്കെ സെറ്റ്. പ്രാവശ്യം ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യും കേട്ടോ. ഞങ്ങൾ പോവാം. അത് കഴിഞ്ഞൊന്നും കിട്ടിയില്ല. അവിടുന്ന് കയറിയിട്ട് ഒന്നും കിട്ടിയില്ല. അപ്പം നേരെ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ നല്ല പടക്കാച്ചി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ചേട്ടച്ചാർ അവിടെ നിന്ന് മുട്ടൻ കാസിങ് കേട്ടോ. അപ്പം ഓക്കെ ബൈ. ഫ്രണ്ട്സ് ഉണ്ട് നമ്മൾ പിടിച്ചോണ്ട് വന്ന മീനെല്ലാം ഞാൻ ഈ ചരുവത്തിലോട്ട് ഇട്ടു. ഫ്രിഡ്ജ് ബോക്സിലോട്ട് മാറ്റാൻ വേണ്ടി. ഇതുണ്ട് ഒരു എത്ര 10-20 ഉണ്ട് കേട്ടോ. ഫ്രിഡ്ജ് ബോക്സിലോട്ട് ഇട്ടിട്ട് ഞാൻ കാണിക്കാം. ചരുവത്തിൽ കിടക്കാം. മനസ്സിലാകത്തില്ല എത്ര എണ്ണം ഉണ്ടെന്ന്. ഉണ്ട് നമ്മളിന്ന് പിടിച്ച മീനാണ് കേട്ടോ. ഒരു 16 വരാനുണ്ട്. കാരണം ബാക്കി 3 ചത്തുപോയി. അതിനടുത്ത് ഫ്രിഡ്ജ് വെച്ച്. അതെ ബാക്കി കിടക്കുന്ന വരാലാണ്, ജീവനോടുള്ള കിടക്കുന്ന വരാൽ. ഹെവി സൈസ് വരാലാണ് കേട്ടോ മൊത്തം. ഇതാണ് നമ്മൾ പിടിച്ച മീൻ കേട്ടല്ല. സെറ്റ്.